യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ ദൈവമക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ, പുതിയൊരു ദിവസത്തിൻ്റെ, ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ദൈവം എനിക്ക് വേണ്ടതെല്ലാം നൽകും, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ നമ്മൾ തയ്യാറെടുത്തതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജെറമ്യായുടെ പുസ്തകം 3-ാം അധ്യായം 19-ാം തിരുവചനം. എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളിലും വെച്ച് ഏറ്റവും ഛേദോഹരമായ അവകാശം നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും എൻ്റെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു. ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും ആ മക്കളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ഭൂമിയിലെ ഏറ്റവും നല്ലത് നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിൽ പിതാവേ എന്ന് വിളിക്കുവാൻ ദൈവമല്ലാതെ വേറെ ആരുമില്ല എന്ന് ആ ദൈവമക്കൾ ഓരോരുത്തരും എൻ്റെ പിതാവേ എന്ന് ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നതിന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളിൽ നിന്നും വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ദൈവത്തെ നമ്മുടെ ഓരോരുത്തരുടെയും പിതാവായിട്ട് അംഗീകരിച്ചുകൊണ്ട് എൻ്റെ പിതാവേ എന്ന് സന്തോഷത്തോടെ വിളിക്കുവാൻ, അങ്ങനെ വിളിക്കപ്പെടുവാൻ ദൈവം അതിയായിട്ട് ആഗ്രഹിക്കുന്നു. അതാണ് നമ്മളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ എൻ്റെ പിതാവേ എന്ന് പറഞ്ഞ് ഒരു മകൻ്റെ അല്ലെങ്കിൽ ഒരു മകളുടെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ഈ ഭൂമിയിലേക്കും ഏറ്റവും നല്ലത് നിങ്ങൾ ഓരോരുത്തർക്കും നൽകുവാൻ ദൈവം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള കുറവുകളും വീഴ്ചകളും മാറ്റിവെച്ച് ദൈവത്തെ എൻ്റെ പിതാവേ എന്ന് വിളിക്കുവാൻ, ആബാ പിതാവേ എന്ന് ഉറക്കെ വിളിക്കുവാൻ, ആ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ, ആ ദൈവപരിപാലനയിൽ ആശ്രയിക്കുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ഇന്നു മുതൽ ശ്രമിക്കാം. ദൈവം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും ഇന്ന് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് നമുക്കിപ്പോൾ സമർപ്പിക്കാം. ആ മക്കളെല്ലാവരും ദൈവത്തെ എൻ്റെ പിതാവേ എന്ന് വിളിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദർശനങ്ങളാലും അടയാളങ്ങളാലും അനുഗ്രഹങ്ങളാലും ആ മക്കളെ ഓരോരുത്തരെയും ദൈവം തൻ്റേതാക്കി മാറ്റട്ടെ.
ലോകസമാധാനത്തിന് വേണ്ടി, യുദ്ധങ്ങൾ മാറുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നൽകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.